നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. ഭൂമിയിലെ മാലാഖമാർ. നഴ്സുമാർക്ക് ജോലിഭാരം കൂടുമ്പോഴും പുതിയ നിയമനം നടത്താതെ സർക്കാർ ഒളിച്ചു കളിക്കുന്നുവെന്ന് മെർസി ഡയാനോ മാസിഡോ. മാറ്റത്തിനൊപ്പം പോലീസ് സേനയിലും കാലാനുസൃതവും സാമൂഹികവുമായ മാറ്റം അനിവാര്യമെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വി സുരേഷ് കുമാർ. കണ്ണുള്ളപ്പോൾ വിലയറിയാത്തവർ. KSRTC അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കുവാനുള്ള ഗൂഢശ്രമമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് PP ചിത്തരഞ്ജൻ. വാർത്തകൾ വിശദമായി. അനുദിനം വർദ്ധിക്കുന്ന രോഗബാധിതർക്ക് ആനുപാതികമായി ആശുപത്രികളിൽ നഴ്സുമാരോ ഡോക്ടർമാരോ നിയമിക്കപ്പെടുന്നില്ല. എന്നാൽ അതിനനുസൃതമായി അവർക്ക് വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നില്ലെന്ന് ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ മെർസി ഡയാനോ മാസിഡോ. സംസ്ഥാനത്തെ നഴ്സുമാർക്കടക്കം ജോലിഭാരം കൂടുമ്പോഴും പുതിയ നിയമനങ്ങൾ നടത്തുവാൻ സർക്കാർ തയ്യാറാവുന്നില്ല. മറ്റേത് മേഖലയിലുള്ളവരെക്കാളും കാരുണ്യവും സേവനവും നൽകുന്നവരാണ് നഴ്സുമാർ. എന്നാൽ അവർക്ക് അർഹിക്കുന്ന പരിഗണനയും സുരക്ഷയും ജോലി സ്ഥിരതയും നിയമനങ്ങളും ഉറപ്പാക്കുന്നതിൽ ഗവൺമെന്റ് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നും മെർസി ഡയാനോ മാസിഡോ പറഞ്ഞു. മെയ് 12 അന്തർദേശീയ നഴ്സസ് ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നഴ്സുമാർ മാത്രമല്ല, ഡോക്ടേഴ്സിനെ തന്നെ ആവശ്യത്തിനില്ലാത്ത ഹോസ്പിറ്റലുകളുടെ രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അമിതമായിട്ട് ജോലിഭാരം നമുക്ക് കൂടുന്നുണ്ട്. അതെല്ലാം പ്രത്യേകിച്ചും ഗവൺമെന്റ് മേഖലകളിലുള്ള സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അങ്ങനെയാണ്. ഉള്ള ആളുകൾക്ക് ജോലിഭാരം കൂട്ടുകയും പുതിയ ആളുകളെ പോസ്റ്റ് ചെയ്യാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ ഇവിടെ പല സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേ തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്നു. ലോണെടുത്ത് പഠിച്ച വിദ്യാർത്ഥികളാണ് പഠിച്ച് പാസ്സായി പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർക്ക് ലോൺ തിരിച്ചടയ്ക്കേണ്ടി വരും. ജോലി കിട്ടുമ്പോഴാണ് തിരിച്ചടയ്ക്കാൻ തുടങ്ങുന്നതെങ്കിൽ തന്നെയും അത്രയും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. സർവീസ് രംഗങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ കാരുണ്യവും സേവനവും ഒക്കെ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വലിയ വിഭാഗം ജീവനക്കാരാണ് നഴ്സുമാരെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ആലപ്പുഴ ടൗൺ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർഡ് കൌൺസിലർ MV അൽത്താഫ് ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ നഴ്സിംഗ് ഓഫീസർ BR ഖദീജ, NRHM ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ L മനോജ്, D ഗീത, ശ്രീകല, ഡോക്ടർ ബാബു സുഗതൻ, വസന്തകുമാരി അമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ആധുനിക നഴ്സിംഗിന്റെ ഉപജ്ഞാതാവായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ മെയ് 12 അന്തർദേശീയ നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ പോലീസ് സേന ദൌർഭാഗ്യവശാൽ അവരുടെ മേൽക്കോയ്മ നിലനിർത്തുന്ന വിധത്തിൽ പരുവപ്പെട്ടതായിരുന്നു. എന്നാൽ ഇന്ന് സാമൂഹികമായ മാറ്റത്തിനും കാലത്തിനും അനുസൃതമായി പോലീസ് സേനയും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വി സുരേഷ് കുമാർ IPS. മനുഷ്യ സമൂഹത്തിന്റെ തന്നെ ഇന്നോളമുള്ള വളർച്ചയുടെയും വികാസത്തിന്റെയും നിലനിൽപ്പിന്റെയും അടിസ്ഥാന ഘടകം സമാധാനപൂർണമായ സഹവർത്തിത്വമാണ്. അച്ചടക്കവും സമാധാന അന്തരീക്ഷവും നിലനിർത്തുന്നത് നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പിൻബലത്തിലാണ്. അതിന്റെ കാവൽഭടന്മാരാണ് പോലീസ് സേനയെന്നും വി സുരേഷ് കുമാർ പറഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ 32ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ മനുഷ്യ സമൂഹത്തിന്റെ തന്നെ ഇന്നോളമുള്ള വളർച്ചയുടെയും നിലനിൽപ്പിന്റെയും ഒക്കെ അടിസ്ഥാന ഘടകം സമാധാനപൂർണമായ സഹവർത്തിത്വമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അച്ചടക്കത്തോടു കൂടിയ നിയമവിധേയമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും നിലനിൽക്കുവാനും പുരോഗതി പ്രാപിക്കുവാനും കഴിയുള്ളൂ. ഈ അച്ചടക്കവും സമാധാന അന്തരീക്ഷവുമൊക്കെ എല്ലാ സമൂഹങ്ങളിലും നിലനിർത്തുന്നത് നിശ്ചിതമായ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഒക്കെ പിൻബലത്തിലാണ്. ഈ നിയമങ്ങളും ചട്ടങ്ങളുടെയും ഒക്കെ കാവൽഭടന്മാരാണ് പോലീസ് സേന. കാലങ്ങളോളം ബ്രിട്ടീഷ് മേൽക്കോയ്മയിൽ കഴിഞ്ഞു വന്ന നമ്മുടെ പോലീസ് സംവിധാനം ദൗർഭാഗ്യവശാൽ
ആ മേൽക്കോയ്മ നിലനിർത്തുന്ന തരത്തിൽ പരുവപ്പെടുത്തപ്പെട്ടതായിരുന്നു. ഇന്ന് സാമൂഹ്യമായിട്ടുള്ള മാറ്റത്തിനനുസൃതമായി, കാലത്തിനനുസൃതമായി നമ്മുടെ പോലീസ് സേനയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VJ ബിജുമോൻ അധ്യക്ഷനായി. സെക്രട്ടറി M സനൽകുമാർ, ഡിവൈഎസ്പിമാരായ S ഷിഹാബുദ്ദീൻ, K സുഭാഷ്, പോലീസ് ഉദ്യോഗസ്ഥരായ KS ചന്ദ്രാനന്ദൻ, AJ സെബാസ്റ്റ്യൻ, B റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുമേഖലയിലെ സംരംഭങ്ങളെല്ലാം മോശമാണെന്നും സ്വകാര്യ മേഖലയാണ് നല്ലതെന്നുമുള്ള സമീപനം ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് CITU ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP ചിത്തരഞ്ജൻ. ഇത്തരം പ്രചരണങ്ങളുടെ പൊള്ളത്തരം കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയില്ല എന്നതിന് സമാനമാണെന്നും ചിത്തരഞ്ജൻ. KSRTCയെ രക്ഷിക്കൂ, അതിജീവനത്തിനായി അണിചേരൂ എന്ന മുദ്രാവാക്യമുയർത്തി കാസർകോട്ട് നിന്ന് ആരംഭിച്ച ജനകീയ ജാഥയ്ക്ക് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PP ചിത്തരഞ്ജൻ. സ്വകാര്യ മേഖലയിലെ ആശുപത്രിയും പള്ളിക്കൂടങ്ങളും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെയാണ് നല്ലത് എന്ന് വരുത്തി തീർക്കുവാനാണ് ശ്രമം നടക്കുന്നത്. പൊതുസമൂഹവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന KSRTCയും വാട്ടർ അതോറിറ്റിയും പോലെ പൊതുമേഖലയിൽ നിലനിൽക്കുന്ന മഹാപ്രസ്ഥാനങ്ങൾ ഇല്ലാതായാൽ കേരളത്തിലെ ജനങ്ങൾ എത്രയധികം കൊള്ളയടിക്കപ്പെടുകയും വഞ്ചിതരാവുകയും ചെയ്യുമെന്ന് അന്നേ തിരിച്ചറിയുമെന്നും ചിത്തരഞ്ജൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഒരു പൊതുധാരണയുണ്ട്. സ്വകാര്യ വ്യക്തികൾ നടത്തിയ സ്വകാര്യ മേഖലയാണ് എല്ലാത്തിനും കുറ്റമൊഴി. സ്വകാര്യ ആശുപത്രി നല്ല ആശുപത്രിയാണ്, സ്വകാര്യ പള്ളിക്കൂടം നല്ല പള്ളിക്കൂടമാണ്, സ്വകാര്യ മേഖലയിൽ എന്തേൽപ്പിച്ചാലും അത് നല്ലതായി നടക്കും. പക്ഷേ പൊതുമേഖല എന്ന് പറഞ്ഞാൽ അതെല്ലാം മോശമാണ് എന്നതിനുള്ള പ്രചരണം ദീർഘനാളായി നമ്മുടെ സമൂഹത്തിൽ നടന്നു. ആ പ്രചരണത്തിന്റെ പൊള്ളത്തരം നമ്മൾ സാധാരണ പറയുമല്ലോ, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയില്ല, കണ്ണില്ലാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ വെളിച്ചം കാണാതെ വരുമ്പോഴാണ് അന്ധകാരം എന്ന് പറയുന്നത് എത്രയോ ക്രൂരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. ഇവിടെ KSRTCയും KSCBയും വാട്ടർ അതോറിറ്റിയും അടക്കമുള്ള ഈ സമൂഹത്തിന്റെ ഈ നാട്ടിലെ ജനങ്ങളുടെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട ഈ മഹാപ്രസ്ഥാനങ്ങൾ, ഈ മഹാസ്ഥാപനങ്ങൾ നിലനിന്നില്ലെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങൾ എത്രയധികം കൊള്ളയടിക്കപ്പെടാൻ പോകുന്നു, ഈ കേരളത്തിലെ ജനങ്ങൾ എത്രയധികം വഞ്ചിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. സംഘാടക സമിതി ചെയർമാൻ VB അശോകൻ ചടങ്ങിൽ അധ്യക്ഷനായി. കൺവീനർ S സുരേഷ് കുമാർ, PK സോമൻ, N പവിത്രൻ, അജയ സുധീന്ദ്രൻ, K വാമദേവൻ, P സുരേഷ് കുമാർ, J ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. CK ഹരികൃഷ്ണനാണ് ജാഥ ക്യാപ്റ്റൻ. അംഗപരിമിതർക്ക് പോലും അവരുടെ ന്യായമായ അവകാശങ്ങൾക്കായി സമരം ചെയ്യേണ്ടി വരുന്നു. ഒരു ക്ഷേമരാജ്യം എന്ന നിലയിൽ വൈകല്യങ്ങൾ അനുഭവിക്കുന്നവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും ഭരണഘടന അനുശാസിക്കുന്ന സേവനങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുമ്പോഴാണ് അവർക്കും സമരരംഗത്തേക്ക് എത്തേണ്ടി വരുന്നതെന്ന് കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂൾ മാനേജർ ഫാദർ സേവ്യർ കുടിയാംശ്ശേരി. അംഗപരിമിതർക്കും തുല്യ അവസരം, അവകാശ സംരക്ഷണം, പൂർണ്ണ പങ്കാളിത്തമെന്ന് നിയമം വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിലും പബ്ലിക് സർവീസ് കമ്മീഷൻ ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. പരമോന്നത നീതിപീഠത്തിന്റെ വിധിയുണ്ടായിട്ടും അംഗപരിമിതരായ ബധിരരെയും അന്ധരെയും ഒക്കെ തന്നെ അവഗണിക്കുകയാണെന്നും ഫാദർ സേവ്യർ കുടിയാംശ്ശേരി പറഞ്ഞു. ഓൾ കേരള പേരന്റ്സ് അസോസിയേഷൻ ഓഫ് ഹിയറിംഗ് ഇംപെയർഡ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും തുടർന്ന് നടന്ന ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ PSC ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്ത് ജനങ്ങൾ സമരം ചെയ്യേണ്ടി വരരുത്. അതാണ് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യം. ഇത് ജനാധിപത്യ ക്ഷേമ രാഷ്ട്രമാണ്, വെൽഫെയർ കൺട്രിയാണ് നമ്മുടേത്. രാജ്യത്തെ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഭരിക്കുന്ന ഒരു രാജ്യമാണിത്. അപ്പോൾ ജനക്ഷേമം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ലക്ഷ്യമാണ്. അങ്ങനെ ആയിരിക്കും ആ ജനക്ഷേമം എങ്ങനെയാ സാധിക്കുന്നത്? അത് സാധിക്കണമെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടനയുടെ തന്നെ ഒരു പ്രത്യേകമായ ചൈതന്യം എന്ന് പറയുന്നത്, എവിടെയൊക്കെ ആളുകൾ വൈകല്യങ്ങൾ അനുഭവിക്കുന്നു, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ
അവർക്കൊക്കെ പ്രത്യേക പരിഗണന എന്നത് ഭരണഘടനയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിന്, ഷെഡ്യൂൾഡ് ട്രൈബിന്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക്, ആദിവാസികൾക്ക് ഒക്കെ പ്രത്യേക പരിഗണന നൽകുന്നത്. അക്പാഹിന്റെ ആലപ്പുഴ ജില്ലാ ട്രഷറർ PS ബേബി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി V രാജൻ, അഷ്റഫ് അലങ്കാർ, CN തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. അംഗപരിമിതരുടെ സ്പെഷ്യൽ കോട്ട നിയമനത്തിലെ അപാകതകൾ പരിഹരിക്കുക, കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അനുയോജ്യതാ പരീക്ഷ ഒഴിവാക്കുക, വൈകല്യം കൂടിയ വ്യക്തിക്ക് നിയമനങ്ങളിൽ പ്രാഥമിക പരിഗണന നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. സമരത്തിന്റെ ഭാഗമായി ഈ മാസം 26-ന് തിരുവനന്തപുരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ ഈ വർഷത്തെ ആദ്യ പൊതുയോഗം വെള്ളിയാഴ്ച പകൽ 11-ന് കുട്ടനാട് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. കൊടിക്കുന്നിൽ സുരേഷ് MP, തോമസ് ചാണ്ടി MLA എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം നടക്കുക. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും ജലോത്സവ പ്രേമികളും പങ്കെടുക്കണമെന്ന് കുട്ടനാട് തഹസിൽദാർ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകളിലേക്ക്. ചമ്പക്കുളം പഞ്ചായത്തിൽ ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ താൽക്കാലിക ഒഴിവുണ്ട്. കരാറടിസ്ഥാനത്തിലാണ് നിയമനം. താൽപര്യമുള്ളവർ ഈ മാസം 23-നകം പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കണം. കട്ടപ്പുറത്തായ ബോട്ടുകളുടെ ശവപ്പറമ്പായി ഡോക്യാർഡ്. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനമായ ആലപ്പുഴയിലെ ഡോക്യാർഡാണ് ബോട്ടുകളുടെ കൂട്ടമരണം കാത്തുകിടക്കുന്നത്. ജലഗതാഗത വകുപ്പിന്റെ 55 സർവീസുകൾക്കായി 88 ബോട്ടുകളുണ്ട്. ഇതിൽ 20-ന് മുകളിൽ ബോട്ടുകളാണ് കനാലിൽ കിടന്ന് ഉപയോഗശൂന്യമാവുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി ഇട്ടിരിക്കുന്ന ബോട്ടുകൾ യഥാസമയം പണി നടത്താത്തത് നിമിത്തം ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. ഇവയിൽ തടിയുടെയും സ്റ്റീലിന്റെയും ബോട്ടുകളുണ്ട്. ഡ്രൈഡോക്കിന്റെയും സ്ലീപ്പ് വേയുടെയും നിർമ്മാണം നീണ്ടുപോയതാണ് അറ്റകുറ്റപ്പണി അനിശ്ചിതമായി നീണ്ടുപോകുവാനും ബോട്ടുകൾ നശിക്കുവാനും കാരണമായത്. അശാസ്ത്രീയമായ നിർമ്മാണ നിമിത്തം വകുപ്പ് വാങ്ങിയ 10 ഫൈബർ ബോട്ടുകൾ തുടർ നടപടികൾ കാത്ത പല സ്റ്റേഷനുകളിലായി കിടപ്പുണ്ട്. ഇതിൽ 7 എണ്ണം ആലപ്പുഴയിലാണ്. ഫൈബർ ബോട്ടുകൾ തടസ്സമായി കിടക്കുന്നതിനാൽ അറ്റകുറ്റപ്പണികൾക്കായി മറ്റു ബോട്ടുകൾ കയറ്റാനും പ്രയാസമാണെന്ന് ജീവനക്കാർ തന്നെ പറയുന്നു. അവ ലേലം ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചെങ്കിലും ലേലത്തുക കുറച്ചുവെച്ചതിനാൽ വിജിലൻസ് കേസെടുത്തിട്ടുണ്ട്. ഇതിന്മേലുള്ള അന്വേഷണം നടന്നുവരികയുമാണ്. 3.75 കോടി രൂപയ്ക്ക് വാങ്ങിയ 10 ഫൈബർ ബോട്ടുകൾ ലേലം ചെയ്തപ്പോൾ 12,50,000 രൂപ മാത്രമാണ് സർക്കാരിന് ലഭിക്കുക. 25 വർഷം കഴിഞ്ഞ തടി ബോട്ടുകൾ സർവീസ് നടത്തേണ്ടെന്ന സർക്കാർ ഉത്തരവ് പ്രകാരം അത്തരം ബോട്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ട്.
തടിബോട്ടുകളുടെ സ്ഥാനത്ത് സ്റ്റീൽ ബോട്ടുകൾ വ്യാപകമായെങ്കിലും യഥാസമയം അവയുടെയും അറ്റകുറ്റപ്പണികൾക്കും സംവിധാനമുണ്ടായില്ല. ഇത് സ്റ്റീൽ ബോട്ടുകളുടെ സർവീസിനെയും സാരമായി ബാധിച്ചു. അറ്റകുറ്റപ്പണികൾക്കും സർവീസിനുമായി 26 തസ്തികകൾ പുതിയതായി സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ ഇവരെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയായിട്ടില്ല. കുട്ടനാടിന്റെ ഉൾപ്രദേശത്തുള്ളവരാണ് ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളെ ഏറ്റവുമധികം ആശ്രയിക്കുന്നത്. അധ്യയന വർഷാരംഭത്തോടെ ബോട്ടുകളുടെ അഭാവം വിദ്യാർത്ഥികളെയാണ് ഏറ്റവും രൂക്ഷമായി ബാധിക്കുക. ഇത് മുൻകൂട്ടി കണ്ട എത്രയും വേഗം പണി തീർത്ത ബോട്ടുകൾ സർവീസിനിറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് KCV. ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ കാറ്റിൽ പറത്താൻ പാടില്ല. നിലമ്പേരൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സാർക്ക് എന്ന കമ്പനി അവരുടെ മാലിന്യം തള്ളി പൊതുതോട് ഉപയോഗശൂന്യമാക്കിയിരിക്കുകയാണെന്ന് DCC ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു പറഞ്ഞു. കോൺഗ്രസ് ജനശ്രീ മിഷൻ നേതൃത്വത്തിൽ നീലമ്പേരൂരിൽ സാർക്ക് കമ്പനി നടത്തുന്ന മലിനീകരണം തടയണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അലക്സ് മാത്യു. നീലമ്പേരൂർ പഞ്ചായത്ത് പടിക്കലാണ് സമരം സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ബോബൻ തയ്യിൽ അധ്യക്ഷനായി. ഈര വിശ്വനാഥൻ, PT സ്കറിയ, വിശ്വനാഥപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. കുടിവെള്ളത്തിനായി കുഴിച്ച കുഴിയിൽപ്പെട്ട് KSRTC ബസ്. പുളിങ്കുന്നിൽ നിന്നും ആലപ്പുഴയ്ക്ക് പോവുകയായിരുന്ന ബസ്സാണ് കുഴിയിൽ വീണ് ചരിഞ്ഞത്. ആലപ്പുഴ KSRTC ഡിപ്പോയിലെ ബസ്സാണ് 40ഓളം യാത്രികരുമായി പുളിങ്കുന്ന് IC ജംഗ്ഷന് സമീപം കുഴിയിൽ പോയത്. ഇതേ തുടർന്ന് ബസ് ഒരു വശത്തേക്ക് ചരിഞ്ഞു. കണ്ടക്ടറും ഡ്രൈവറും ചേർന്ന് ഉടൻ തന്നെ യാത്രക്കാരെ പുറത്തിറക്കി. കുടിവെള്ള വിതരണത്തിനായി മാസങ്ങൾക്ക് മുൻപെടുത്ത കുഴി പൈപ്പിട്ട ശേഷം ശരിയായ രീതിയിൽ മൂടാതിരുന്നതാണ് അപകടത്തിന് കാരണമായത്. 2 ദിവസമായി പെയ്യുന്ന മഴയിൽ ടയറുകൾ ചെളിയിൽ പൂണ്ടുപോവുകയായിരുന്നു. ആർക്കും അപകടമില്ല. കുടിവെള്ളം ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ്. കുടിവെള്ള വിതരണത്തിനാണ് ജനപ്രതിനിധികൾ പ്രഥമ പരിഗണന നൽകേണ്ടത്. അതിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ്. തിരുവല്ല കറ്റോട് ജലശുദ്ധീകരണശാലയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്കുള്ള പുതിയ പൈപ്പ് ലൈനിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലപ്പഴക്കം വന്ന പൈപ്പ് ലൈനുകൾ മാറ്റുന്നതോടുകൂടി ചങ്ങനാശ്ശേരി ഉൾപ്പെടെ പൈപ്പ് ലൈനുകൾ കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുമെന്നും PJ ജോസഫ് പറഞ്ഞു. 40 കൊല്ലം കടന്നാൽ പോരാ, 100-150 കൊല്ലം കഴിഞ്ഞാലും പൊട്ടാത്ത ഗുണനിലവാരമുള്ള പൈപ്പുണ്ട്. ഇപ്പൊ ഇട്ടിരിക്കുന്ന പൈപ്പ് കൂട്ടുക ഡസ്റ്റൈൽ അയൺ പൈപ്പ് 100 കൊല്ലം കഴിഞ്ഞാലും പൊട്ടുക. അപ്പോ MS പൈപ്പുണ്ട്, ഡസ്റ്റൈൽ അയൺ പൈപ്പുണ്ട്. ഇതിനുള്ള ഗുണനിലവാരമുള്ള പൈപ്പുകൾ ഇട്ടാൽ മതിയെന്ന് തീരുമാനിച്ചു. ചെലവ് വളരെ കൂടും. ഏകദേശം ഒരു 40% ചെലവേറുന്നൊരു പദ്ധതിയാണ്. അത് നയമായി തീരുമാനിച്ചു. ഏറ്റവും ലോവസ്റ്റ് ടെൻഡർ, ഏറ്റവും ചെലവ് കുറഞ്ഞ പൈപ്പ് ഇടുക എന്നുള്ള പരിപാടി മാറ്റി. അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഭാവിയിലേക്ക്. അത് കണക്കാക്കിയിട്ടാണ് ഈ നയം സ്വീകരിച്ചത്. ചടങ്ങിൽ CF തോമസ് MLA അധ്യക്ഷനായി. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനജീവിതം ദുസ്സഹമാക്കി കക്കൂസ് മാലിന്യങ്ങൾ റോഡരികിൽ തള്ളുന്നു. ചങ്ങനാശ്ശേരി ബൈപ്പാസിലും ഇടറോഡുകളിലുമാണ് രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യങ്ങൾ അടക്കം തള്ളുന്നത്. ഇതിനെതിരെ നിരവധി പരാതികൾ പറഞ്ഞിട്ടും നടപടിയെടുക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ റെയിൽവേ സ്റ്റേഷൻ, ലായിക്കാട് നഗരസഭ സ്റ്റേഡിയം നിർമ്മിക്കാനായി ഉദ്ദേശിക്കുന്ന സ്ഥലം കൂടാതെ ഇടറോഡായ റെയിൽവേ ഗുഡ്സ് റോഡിലുമാണ് രാത്രികാലങ്ങളിൽ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കക്കൂസ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. വീടുകളിൽ നിന്നും ടാങ്കറുകളിൽ ശേഖരിക്കുന്ന മാലിന്യം ആളഴിഞ്ഞ റോഡുകളിൽ ഒഴുക്കിവിടുകയാണ് പതിവ്. ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം നടത്തുന്ന 5ഓളം സംഘങ്ങൾ നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. മഴക്കാലം എത്തുന്നതോടെ സെപ്റ്റിക് ടാങ്കുകൾ നിറയാനുള്ള സാധ്യത മുമ്പിൽ കണ്ടാണ് പലരും ഇത്തരക്കാരുടെ സഹായം തേടുന്നത്. ഇടപാടുകാരിൽ നിന്ന് ആയിരങ്ങൾ വാങ്ങി രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ ശേഖരിച്ച് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിർത്തി വളരെ വേഗം ഒഴുക്കിവിടുകയാണ് പതിവ്. നേരം പുലരുമ്പോൾ ദുർഗന്ധം വമിക്കുമ്പോഴാണ് പലപ്പോഴും നാട്ടുകാർ വിവരമറിയുന്നത്. ഒപ്പം അറവ് മാലിന്യങ്ങളും വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും നിക്ഷേപിക്കുന്നത് ബൈപ്പാസ് റോഡിലാണ്. ഒരുപാട് പേര് നടത്തുകാർ അവർ കൊണ്ട് വേസ്റ്റ് തള്ളിയിട്ട് പോകും. ഈ കലക്കില്ലാതെ ബൈക്കേ വരുന്നവരുണ്ട്. നമ്മളവർക്ക് വലിയ കിറ്റ് എല്ലാ സാധനം വാങ്ങിച്ചിട്ട് പോയിരിക്കുന്നത്. അതല്ല ഇവിടെ കൊണ്ട് ഇട്ടത് പോവാം. ഇവിടെ വെളുപ്പാങ്കാലത്ത് ഇറച്ചി വേസ്റ്റ് ഈ റോഡ് മുഴുവനും ഉണ്ട്. ഈ മണം കൊണ്ട് മനുഷ്യർക്ക് നിൽക്കാനും വയ്യ, എടുക്കാനും വയ്യ. ഈ ഓടി നടക്കുന്ന ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഇല്ലേ, അതിലെല്ലാം ഓടി നടക്കുകയും ഇറക്കുകയും ഈ അഴുക്കുകളും മാലിന്യങ്ങളും എല്ലാം കണ്ടില്ലേ. ഈ അതാണെങ്കിൽ ആ കണ്ടത്തിലാണെങ്കിൽ അതിനപ്പുറവും കക്കൂസ് മാലിന്യം എല്ലാം അവർ പൊട്ടിച്ച് ആ കക്കൂസിന് ഇതുവഴി ഒഴുകുന്ന പോലും ഇല്ല ആ വെള്ളം. ഫലത്തിൽ ബൈപ്പാസ് റോഡിൽ കൂടി മൂക്കുപൊത്താതെ വാഹനത്തിൽ പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. മഴക്കാലം എത്തുന്നതോടെ മാലിന്യം നിറഞ്ഞ ഈ പ്രദേശത്ത് നിന്നും മലിനജലം സമീപ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതോടെ വിവിധ തരത്തിലുള്ള പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതയും വളരെയേറെയാണ്.
എന്നിട്ടും രാത്രികാല പോലീസ് പെട്രോളിംഗ് ശക്തമാക്കാനോ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനോ അധികാരികൾ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്ക് വേണ്ട സഹായം നൽകുന്ന നിലപാടുകളാണ് പോലീസും നഗരസഭയും ചെയ്യുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ചങ്ങനാശ്ശേരിയിലെ ഹൃദയഭാഗമായ ബൈപ്പാസ് റോഡിൽ കക്കൂസിൽ നിന്നുള്ള മാലിന്യവും അറവുശാലകളിൽ നിന്നുള്ള മാലിന്യവും സ്ഥിരമായി ബൈപ്പാസിലും ഇടവഴിയായിട്ടുള്ള റോഡുകളിലും റെയിൽവേയുടെ ഗുഡ് ഷെഡ് റോഡുകളിലും സ്ഥിരമായി നിക്ഷേപിക്കുക ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടികളും ഇതുവരെയും ഇതിനുണ്ടായിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് നൈറ്റ് പെട്രോളിംഗ് പോലും ഈ പ്രദേശങ്ങളിൽ നടക്കുന്നില്ല എന്നതിനുള്ള തെളിവാണ് ഈ കക്കൂസ് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് തള്ളിയിട്ട് പരിസരവാദികൾക്ക് ഈ പകർച്ച പണികൾ ഉണ്ടാകാൻ ഇടയുള്ളതാണ്. വിവിധ സ്കൂളുകൾ ഇതിന്റെ പരിസരങ്ങളിലുണ്ട്. ഈ സ്കൂളുകളിലെ ടാങ്കുകളിൽ കോഴിയുടെ അവശിഷ്ടങ്ങളും കക്കൂസിൽ നിന്നുള്ള മാലിന്യങ്ങളും കാക്കകൾ കൊത്തിവലിച്ചിടുന്ന ദയനീയ കാഴ്ച കാണാൻ പറ്റുന്നു. ഇത് അധികൃതർ ഇതെല്ലാം കണ്ടിട്ടും മൗനം അവലംബിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഇതിന് നടപടി ഉണ്ടാകണം. നടപടി ഉണ്ടായില്ലെങ്കിൽ വളരെ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളും മുനിസിപ്പൽ ജംഗ്ഷനിൽ ഇതിനെതിരെ ഒരു ധർണയും സംഘടിപ്പിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. KCV ന്യൂസ്, ചങ്ങനാശ്ശേരി. SNDP ശാഖായോഗം ഒന്നാംകര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 4ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരം നടക്കും. ഞായറാഴ്ച അവഭൃത സ്നാന ഘോഷയാത്രയോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. ചരമവാർത്തകൾ. ചമ്പക്കുളം പുതിയാമ്പടം ചിറ്റയ്ക്കാട്ട് മേരിക്കുട്ടി ജോസഫ് നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പച്ച ചൂരപ്പറമ്പിൽ റോസമ്മ തോമസ് 72 വയസ്സ് നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച 10-ന് പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാ ദേവാലയ കുടുംബക്കല്ലറയിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഭൂമിയിലെ മാലാഖമാർ. നഴ്സുമാർക്ക് ജോലിഭാരം കൂടുമ്പോഴും പുതിയ നിയമനം നടത്താതെ സർക്കാർ ഒളിച്ചു കളിക്കുന്നുവെന്ന് മെർസി ഡയാനോ മാസിഡോ. മാറ്റത്തിനൊപ്പം പോലീസ് സേനയിലും കാലാനുസൃതവും സാമൂഹികവുമായ മാറ്റം അനിവാര്യമെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വി സുരേഷ് കുമാർ. കണ്ണുള്ളപ്പോൾ വിലയറിയാത്തവർ. KSRTC അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കുവാനുള്ള ഗൂഢശ്രമമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് PP ചിത്തരഞ്ജൻ. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.